Welcome to ADA 24/7 Malayalam YouTube channel. Today we are discussing some of the questions regarding Dairy Farm Instructor exam. Last class നമ്മൾ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ഡിസ്കസ് ചെയ്തതായിരുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. നമ്മൾ സ്റ്റേറ്റ്മെന്റ് മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിരുന്നു. സോ നമുക്ക് ഇന്ന് അതിന്റെ സെക്കൻഡ് പാർട്ട് നോക്കാം. ഒന്നും കൂടി പറയുവാണ്, നമ്മുടെ തേർഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് പോകാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് NDRI, ICAR-ന്റെ NDRI-യുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ കർണൽ, സെക്കൻഡ് ബാംഗ്ലൂർ, തേർഡ് ഡൽഹി ആൻഡ് ഫോർത്ത് ഓപ്ഷൻ ഹൈദരാബാദ്. അപ്പൊ ഓർത്തിരിക്കുക, NDRI സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിൽ കർണൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ, NDRI-യുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കർണൽ. ഓക്കെ, കർണലിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹരിയാനയാണ്, ഓർത്തിരിക്കുക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അങ്ങനെയാണെങ്കിൽ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് സിറ്റുവേറ്റഡ്, NDRI ഹരിയാനയില് കർണലിലാണെങ്കിൽ, അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു, എന്നാൽ നമുക്ക് പുതിയൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് NDDB അതെവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ വരാം അല്ലെ. ഓപ്ഷനകത്ത് ഹരിയാന കിടപ്പുണ്ട്. അപ്പൊ നമ്മൾ ഓർത്തിരിക്കാതെ NDRI-യുടെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നതാണ് കർണൽ ഇൻ ഹരിയാന. സോ അത് അല്ല. സെക്കൻഡ് ഓപ്ഷൻ ആനന്ദ്, തേർഡ് ഓപ്ഷൻ ലക്നൗ ആൻഡ് ഫോർത്ത് ഓപ്ഷൻ രാജസ്ഥാൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഓർത്തിരിക്കുക, NDDB ദാറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ആനന്ദ്. ആനന്ദ് എവിടെയാണ്? ഗുജറാത്ത്. ഗുജറാത്തിൽ ആനന്ദിലാണ് NDDB സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓർത്തിരിക്കുക, നമുക്ക് അറിയാവുന്നതാണ് ഓപ്പറേഷൻ ഫ്ലഡ് അല്ലെങ്കിൽ വൈറ്റ് റെവല്യൂഷൻ എന്ന് പറയും അല്ലെ. അപ്പൊ അതിന്റെ ആ ഒരു ഇനിഷ്യേഷൻ അത് സ്റ്റാർട്ട് ചെയ്തത് എവിടെയാണ്? NDDB, അതായത് ആനന്ദിലാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് എന്താണ് വൈറ്റ് റെവല്യൂഷൻ അല്ലെ. വർഗീസ് കുര്യൻ, ഡോക്ടർ വർഗീസ് കുര്യന്റെ നേതൃത്വത്തിൽ ഉള്ള വൈറ്റ് റെവല്യൂഷൻ അത് ഇനിഷ്യേറ്റ് ആയത് എവിടെയാണ്? നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ഇൻ ആനന്ദ്. ഓക്കെ, ആനന്ദ് എവിടെയാണ്? ഗുജറാത്ത്. സോ നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ മിൽക്ക് ഷുഗർ. എന്താണ് മിൽക്ക് ഷുഗർ? നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഡയറി ഫാം ഇൻസ്ട്രക്ടർ പ്രീവിയസ് ക്വസ്റ്റ്യനകത്ത് ഇൻക്ലൂഡഡ് ആയിരുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ എന്താണ്, ഇപ്പോഴത്തെ ഒരു ന്യൂ പാറ്റേണിൽ ഇത്രയും സിമ്പിൾ ആയിട്ട് ചോദിക്കത്തില്ല. ഇതൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് മോഡലിലേക്ക് കൊണ്ടുവന്നുണ്ട്. ഓരോ സെന്റൻസും എന്താണ് സ്റ്റേറ്റ്മെന്റ് മോഡലാക്കിയായിരിക്കും ഈ വട്ടം കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക അല്ലെ. അപ്പൊ ആ ഒരു അപ്രോച്ച് നിങ്ങൾ കൊടുക്കുക ക്വസ്റ്റ്യൻസിന്. നെയിം ദ മിൽക്ക് ഷുഗർ. ഓപ്ഷൻസ് വായിക്കാം. ഫസ്റ്റ് ഓപ്ഷൻ ലാക്ടോസ്, സെക്കൻഡ് സുക്രോസ്, തേർഡ് റാഫിനോസ് ആൻഡ് ഫോർത്ത് ഓപ്ഷൻ ഫ്രക്ടോസ്. ഇതിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മിൽക്ക് ഷുഗർ ദാറ്റ് ഈസ് ലാക്ടോസ്. ഓക്കെ, ലാക്ടോസ് ആണ് എന്താന്ന് പറയുന്നത്? മിൽക്ക് ഷുഗർ എന്ന് പറയുന്നത്. ക്ലിയർ? ലാക്ടോസ് ഇറ്റ് ഈസ് എ ഡൈസാക്രൈഡ് അല്ലെ. രണ്ട് മോണോസാക്രൈഡ്സ് ചേർന്നതാണ് എന്താന്ന് പറയുന്നത്? ലാക്ടോസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ മോണോമർ അല്ലെങ്കിൽ അതിന്റെ സിംഗിൾ യൂണിറ്റ്സ് എന്തൊക്കെയാണോ നോക്കുക. ലാക്ടോസ് അല്ലെ, അതായത് ഗ്ലൂക്കോസും ഗാലക്ടോസും ചേർന്നതാണ് ലാക്ടോസ് എന്ന് പറയുന്നത്. ഡൈസാക്രൈഡ് ആണ്. ഇറ്റ്സ് മെയ്ഡ് അപ്പ് ഓഫ്, അതായത് ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്ത് തമ്മിലാണ്? ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ്. പിന്നെ ഞാനൊന്ന് പറയാം, സുക്രോസ് ഇറ്റ് ഈസ് ദാറ്റ്സ് ആൾസോ എ ഡൈസാക്രൈഡ്. പക്ഷെ അത് ഗ്ലൂക്കോസിന്റെയും ഫ്രക്ടോസിന്റെയും കൂടി ചേർന്നതാണ്. ഓക്കെ, ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് ഗ്ലൈക്കോസിഡിക് ബോണ്ട് വഴി ചേർന്നിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത്? സുക്രോസ്. സുക്രോസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നോൺ റെഡ്യൂസിങ് ഷുഗർ ആണ്. ഓക്കെ, ഒരു നോൺ റെഡ്യൂസിങ് ഷുഗർ ആണ്. നെക്സ്റ്റ് ഈസ് റാഫിനോസ്. അതൊരു ട്രൈസാക്രൈഡ് ആണ്. ഓക്കെ, ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗാലക്ടോസും കൂടി ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് റാഫിനോസ് എന്ന് പറയുന്നത്. എന്താണ്? അതൊരു ട്രൈസാക്രൈഡ് ആണ്. നെക്സ്റ്റ് ഈസ് ഫ്രക്ടോസ്. ഫ്രക്ടോസ് എന്താണ്? ഒരു ഡൈസാക്രൈഡ് ആണ്. അതൊരു കീറ്റോ ഷുഗർ ആണ്. അതായത് C+O ഉള്ളത്. മനസ്സിലായോ? C+O ഗ്രൂപ്പ് ഉള്ള ഒരു C+O. ഓക്കെ, ഒരു കീറ്റോ ഷുഗർ ആണ്. ഇതാണ് C+O, കീറ്റോ ഷുഗർ എന്നാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു ഗ്രൂപ്പ് പ്രസന്റ് ആയതുകൊണ്ട് ഇതൊരു മോണോസാക്രൈഡ് ആണ്. 6 കാർബൺ യൂണിറ്റ് ആയിട്ടുള്ള മോണോസാക്രൈഡ് ആണ് എന്തെന്ന് പറയുന്നത്? ഫ്രക്ടോസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? നെയിം ദ മിൽക്ക് ഷുഗർ. ഏതാണ്? ലാക്ടോസ്. ലാക്ടോസ് ഇസ് ദ മിൽക്ക് ഷുഗർ.
സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫ്രം ദ ഫോളോയിങ്. ഇതിനകത്ത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ പെട്ടെന്ന് ചെയ്യേണ്ട ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, സ്റ്റേറ്റ്മെന്റ് മോഡൽ ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ഇതിനൊരു അണ്ടർലൈൻ കൊടുക്കുക. മനസ്സിലായോ? ഇൻകറക്റ്റ് ആണോ കറക്റ്റ് ആണോ എന്ന് അവിടെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ എന്താണ് ചോദിച്ചിരിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക. ദെൻ ഓരോ ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് വായിക്കുക. സോ ലാക്ടോസ് ഈസ് ഓൾസോ കോൾഡ് മിൽക്ക് ഷുഗർ. കഴിഞ്ഞ വട്ടത്തെ ക്വസ്റ്റ്യനകത്താണെങ്കിൽ സിമ്പിൾ ആയിട്ട് ചോദിച്ചത് എന്താണ്? നെയിം ദ മിൽക്ക് ഷുഗർ എന്ന് മാത്രമാണ് അല്ലെ. അപ്പം ലാക്ടോസ് ഈസ് ഓൾസോ കോൾഡ് മിൽക്ക് ഷുഗർ, ദാറ്റ്സ് കറക്റ്റ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റേറ്റ്മെന്റുകൾ അറിയാവുന്ന കറക്റ്റ് ആയിട്ടുള്ളതിൽ ടിക്ക് കൊടുക്കുക. ലാക്ടോസ് ഈസ് എ മോണോസാക്രൈഡ്, അത് തെറ്റാണെന്ന് നമുക്കറിയാം. നമ്മൾ പ്രീവിയസ്ലി എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തതാണ്. ലാക്ടോസ് ദാറ്റ്സ് എ ഡൈസാക്രൈഡ് മെയ്ഡ് ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ് അല്ലെ. ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് 6 കാർബൺ ആയിട്ടുള്ള മോളിക്യൂൾ ആണ്. അതുപോലെ ഗാലക്ടോസും ഒരു 6 കാർബൺ മോളിക്യൂൾ ആണ്. അപ്പൊ ഇതിന്റെ ഒരു എന്താണ്, ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ളതാണ് ലാക്ടോസ് എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് നോട്ട് എ മോണോസാക്രൈഡ്, ഇറ്റ്സ് എ ഡൈസാക്രൈഡ്. ഇതെന്താണ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ് ഈസ് ലാക്ടോസ് ഈസ് എ റെഡ്യൂസിങ് ഷുഗർ. ഓക്കെ, നമ്മൾ പറഞ്ഞു സുക്രോസ് നോൺ റെഡ്യൂസിങ് ഷുഗർ ആണെന്ന് പറഞ്ഞായിരുന്നു. എന്നാൽ ലാക്ടോസ് എന്താണ്? ഒരു റെഡ്യൂസിങ് ഷുഗർ ആണ്. സുക്രോസ് നോൺ റെഡ്യൂസിങ് ഷുഗർ എന്ന് പറയാൻ കാര്യം അതിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് ബോണ്ടിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അതിന് ഇനി ഫർദർ റിയാക്ഷൻസിലൊന്നും പങ്കെടുക്കത്തില്ല. അതാണ് നോൺ റെഡ്യൂസിങ് ഷുഗർ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് സുക്രോസ്. എന്നാൽ ലാക്ടോസ് ഈസ് എ റെഡ്യൂസിങ് ഷുഗർ. റെഡ്യൂസിങ് ഷുഗർ എന്ന് വെച്ചാൽ എന്താണ്? അതിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലെ, അതിന് ഇനി കെമിക്കൽ റിയാക്ഷൻസിൽ പങ്കെടുക്കാം. സോ ലാക്ടോസ് ഈസ് എ റെഡ്യൂസിങ് ഷുഗർ ആൻഡ് ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഓൾസോ കറക്റ്റ്. ക്ലിയർ? നമുക്ക് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ലാക്ടോസ് ഈസ് എ ഡൈസാക്രൈഡ്, കറക്റ്റ് ആണ് അല്ലെ. ലാക്ടോസ് ഒരു ഡൈസാക്രൈഡ് ആണ്. ആൻഡ് ഈസ് മെയ്ഡ് ഓഫ് എന്തൊക്കെയാണ്? ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ് ആണ്, ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് അല്ല. സുക്രോസ് ആയിരുന്നെങ്കിൽ ഗ്ലൂക്കോസും ഫ്രക്ടോസും കൂടി ചേരുന്നതായിരുന്നു സുക്രോസ് എന്ന് പറയുന്ന ഡൈസാക്രൈഡ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലാക്ടോസ് ആണ്. ലാക്ടോസും ഡൈസാക്രൈഡ് ആണ്, പക്ഷേ അതിനകത്ത് സിംഗിൾ മോണോസാക്രൈഡ്സ് ഏതൊക്കെയാണ്? ഗ്ലൂക്കോസും ഗാലക്ടോസുമാണ്, ഫ്രക്ടോസ് അല്ല. ഇത് ഇവിടെ ഫ്രക്ടോസ് അല്ല, ഇവിടെ ഗാലക്ടോസ് ആയിരുന്നെങ്കിൽ ഇത് കറക്റ്റ് ആയിരുന്നേനെ. സോ ദിസ് ഓപ്ഷൻ ഓൾസോ ഇൻകറക്റ്റ്. ഇങ്ങനെ നമ്മൾ കറക്റ്റ് അല്ലെങ്കിൽ ഇൻകറക്റ്റ് ഏതാണെന്ന് ജസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരിക. ചൂസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇതിനകത്ത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ്? ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് ബി ആൻഡ് സ്റ്റേറ്റ്മെന്റ് ഡി അല്ലെ, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമ്മൾ ഇത് രണ്ടും ഇങ്ങ് എടുക്കുന്നു. മനസ്സിലായോ? ഇത് രണ്ടുമാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ബി ആൻഡ് ഡി ഓപ്ഷനിൽ ഏതുണ്ട്? ബി ആൻഡ് ഡി. സോ ഫോർത്ത് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് വൺ. ഇനി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ചോദിച്ചിരുന്നതെങ്കിൽ നമുക്ക് എ ആൻഡ് സി എഴുതാമായിരുന്നു. അപ്പൊ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക, ഇൻകറക്റ്റ് ആണോ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണോ ഏതാണ് ചോദിച്ചതെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം ആൻസറിനെ പോവുക. ഓക്കെ, ക്വസ്റ്റ്യൻ ഈ ഒരു പാറ്റേണിൽ അപ്രോച്ച് ചെയ്യുക. സ്റ്റേറ്റ്മെന്റ് മോഡൽ ക്വസ്റ്റ്യൻ ആകുമ്പോൾ കൺഫ്യൂഷൻ നന്നായിട്ട് വരും. അപ്പൊ നമ്മൾ ഈ ഒരു മോഡലിൽ ഈ ഒരു പാറ്റേണിൽ അതിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കൺഫ്യൂഷൻ ഇല്ലാതെ ആൻസറിലേക്ക് വരാൻ പറ്റും. ഓക്കെ ആണല്ലോ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതും ഒരു സ്റ്റേറ്റ്മെന്റ് മോഡൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മൾ പഠിക്കുന്ന പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് വരിക. പക്ഷെ സ്റ്റേറ്റ്മെന്റ് മോഡൽ ആകുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് കൺഫ്യൂഷൻ വരാം. പ്രത്യേകിച്ച് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് കുറച്ചുകൂടെ കൺഫ്യൂസിങ് ആവാനുള്ള സാധ്യതയുണ്ട്. സോ നമ്മൾ പഠിച്ച പോർഷനിൽ നിന്നുള്ള സിമ്പിൾ ആ ഒരു എക്സാക്ട് സെന്റൻസ് തന്നെയാണ് നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വൈസിൽ ഇടുന്നു എന്ന് മാത്രം. സോ നമുക്ക് നോക്കാം. Read the following statement. The father of Operation Flood was Dr. Varghese Kurian. നമുക്കറിയാം എന്താണ് വൈറ്റ് റവല്യൂഷൻ അല്ലെ. വൈറ്റ് റവല്യൂഷന്റെ പിതാവ് എന്ന് പറയുന്നത് ഡോക്ടർ വർഗീസ് കുര്യൻ ആണ് അല്ലെ. ഡോക്ടർ വർഗീസ് കുര്യൻ. ഓപ്പറേഷൻ ഫ്ലഡ്, ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് ഓപ്പറേഷൻ ഫ്ലഡ്. ഇതിനെങ്ങനെ വിളിക്കാൻ കാര്യം എന്താണ്? ഇത് വേൾഡിൽ തന്നെ എന്താണ് ഒരു വലിയൊരു മൂവ്മെന്റ് ആയിരുന്നു അല്ലെ. കാര്യം ഇന്ത്യയെ സംബന്ധിച്ച് മിൽക്ക് പ്രൊഡക്ഷൻ ഒരു വലിയ ലെവലിലേക്ക് വന്നിട്ടില്ലായിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന വൈറ്റ് റവല്യൂഷൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ ഫ്ലഡിന്റെ ഫലമായിട്ട് ഇന്ത്യ എത്രാമതെത്തി? ഇന്ത്യ ഈസ് ദ ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസിംഗ് കൺട്രി ഇൻ ദ വേൾഡ്. ഓക്കെ, ഇന്ത്യ ഈസ് ദ ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസിംഗ് കൺട്രി ഇൻ ദ വേൾഡ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു എന്താണ്?
ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസിങ് കൺട്രി ഇൻ ദ വേൾഡ് ഏതാണ്? ഇന്ത്യയാണ്. അപ്പൊ ആ ഒരു കാര്യം അറിഞ്ഞാൽ മാത്രം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാമായിരുന്നു. പക്ഷെ നമുക്ക് ഇപ്പൊ അങ്ങനെയല്ല, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ എന്താണ് ഓപ്ഷൻസിലേക്ക് നമുക്ക് വന്നിട്ട് ആൻസറിലേക്ക് വരാനായിട്ട് ഈസി ആയിട്ട് കഴിയത്തുള്ളൂ. അപ്പം ഓപ്പറേഷൻ ഫ്ലഡ് ഏത് വർഷമാണെന്ന് ഓർക്കുക. കഴിഞ്ഞ പ്രാവശ്യം അതും ക്വസ്റ്റ്യൻ ആയിരുന്നു. എത്രയാണ്? 1970. ഓക്കെ, 1970 ആണ്. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ദാറ്റ് ഫൗണ്ട് ഇൻ, അത് ഏത് വർഷമാണെന്നാണ്? അത് 1980 ആയിരുന്നു. എന്നാൽ ഇതെന്താണ്? 1970 ആണ്. ഡേറ്റ് ഓർത്തിരിക്കുക, January 13th. ഓക്കെ, 1970 January 13th ആയിരുന്നു എന്താണ് ഓപ്പറേഷൻ ഫ്ലഡ് അല്ലെങ്കിൽ വൈറ്റ് റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ദ ഫാദർ ആരാണ്? ഓപ്പറേഷൻ ഫ്ലഡിന്റെ ഫാദർ അല്ലെങ്കിൽ വൈറ്റ് റെവല്യൂഷൻ ഫാദർ ആരാണ്? ഡോക്ടർ വർഗീസ് കുര്യൻ. അപ്പൊ നമ്മൾക്ക് എന്താണ്, നമ്മൾ എങ്ങനെയാ മാർക്ക് ചെയ്യേണ്ടത്? ഈ ഓപ്ഷൻ കറക്റ്റ് ആണ് അല്ലേ? കറക്റ്റ് ഓപ്ഷൻ ആണ്. ദെൻ ഇന്ത്യ ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസിംഗ് കൺട്രി ഇൻ ദ വേൾഡ്. India is the largest milk producing country, second largest milk producing country in the world. Correct ആണോ? കറക്റ്റ് ആണോ? തെറ്റാണ് അല്ലെ? ഇന്ത്യ ഈസ് ദ ഫസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസിങ് കൺട്രി ഇൻ ദ വേൾഡ്. പിന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാം. എന്താണ്? അതായത് സെക്കൻഡ് ലാർജസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? അതായത് നമ്മൾ മിൽക്ക് കൺസിഡർ ചെയ്യുമ്പോൾ, ഓക്കെ, നമ്മൾ കൗ മിൽക്ക് എന്നോ ബഫലോ മിൽക്ക് എന്നോ സെപ്പറേറ്റ് ചെയ്ത് പറയാതെ ജസ്റ്റ് മിൽക്ക് എന്ന് പറയുമ്പോൾ ഇന്ത്യ ടോപ്പാണ്. കാര്യം ഇവിടെ ഇന്ത്യയുടെ ബഫലോ മിൽക്കിന്റെ പ്രൊഡക്ഷനും കൗ മിൽക്കിന്റെ പ്രൊഡക്ഷനും കൂടെ ചേർത്ത് പറയുമ്പോൾ മിൽക്ക് പ്രൊഡ്യൂസിങ് കൺട്രി ടോപ്പിൽ വരുന്നത് ഇന്ത്യയാണ്. എന്നാൽ കൗ മിൽക്ക് പ്രൊഡ്യൂസിങ് എന്ന് ചോദിച്ചാൽ കൗ മിൽക്ക് പ്രൊഡ്യൂസിങ് കൺട്രി, ലാർജസ്റ്റ് കൗ മിൽക്ക് പ്രൊഡ്യൂസിങ് കൺട്രി ഇൻ ദ വേൾഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് USA ആണ്. അപ്പം സെക്കൻഡ് ചാൻസ് ആണ് ആർക്കുള്ളത്? ഇന്ത്യക്കുള്ളത്. മനസ്സിലായോ? കൗ മിൽക്ക് എന്ന് എടുത്ത് ചോദിക്കുവാണെങ്കിൽ എന്താണ്? ലാർജസ്റ്റ് കൗ മിൽക്ക് പ്രൊഡ്യൂസിങ് കൺട്രി ഇൻ ദ വേൾഡ് ദാറ്റ് ഈസ് USA, ആൻഡ് ദ സെക്കൻഡ് ലാർജസ്റ്റ് കൗ മിൽക്ക് പ്രൊഡ്യൂസിങ് കൺട്രി ഇൻ ദ വേൾഡ് ഈസ് ഇന്ത്യ. സിംപ്ലി മിൽക്ക് എന്ന് മാത്രം ചോദിച്ചാൽ ഇന്ത്യ ആണ് ടോപ്പ് വരിക. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് ഇതും കൂടി പറയാം. ഇന്ത്യ ഈസ് ദ ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസിങ് കൺട്രി ഇൻ ദ വേൾഡ്. ഇതാണ് കറക്റ്റ് ഓപ്ഷൻ അല്ലെ? അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഇന്ത്യ ഈസ് ദ ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസിങ് കൺട്രി ഇൻ ദ വേൾഡ്. ഇന്ത്യ ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് കൗ മിൽക്ക് പ്രൊഡ്യൂസിങ് കൺട്രി ഇൻ ദ വേൾഡ്. ആൻഡ് അമേരിക്ക USA ഈസ് ദ ലാർജസ്റ്റ് കൗ മിൽക്ക് പ്രൊഡ്യൂസിങ് കൺട്രി ഇൻ ദ വേൾഡ്. ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി ഒരു സ്റ്റേറ്റ്മെന്റ് കൂടിയുണ്ട്. ഇറ്റ് വാസ് ദ ലാർജസ്റ്റ് ഇന്റഗ്രേറ്റഡ് ഡയറി ഡെവലപ്മെന്റ് പ്രോഗ്രാം ഇൻ ദ വേൾഡ്. വേൾഡിൽ തന്നെ എന്താണ് ലാർജസ്റ്റ് ഇന്റഗ്രേറ്റഡ് ഡയറി ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് വിളിക്കുന്നത് ഏതാണ്? ഈ ഓപ്പറേഷൻ ഫ്ലഡ് തന്നെയാണ്. ഓക്കെ, സോ ദിസ് ഓപ്ഷൻ ഓൾസോ കറക്റ്റ്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് അല്ലെ? നമ്മൾ കറക്റ്റ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ അല്ലെ? ഈസ് കറക്റ്റ്. അപ്പൊ എന്താണ്? നമുക്ക് എളുപ്പം ഇതിന് ചൂസ് ചെയ്യാം അല്ലെ? കറക്റ്റ് എന്ന് പറയുമ്പോൾ ഏതാണ്? എയും സിയും ഡിയും കറക്റ്റ് ആണ് അല്ലെ? A, C ആൻഡ് D. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ആൻസറിലേക്ക് വരാവുന്നതാണ്. A, C ആൻഡ് D ആർ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടെ പറയാം. അതായത് വേൾഡ് മിൽക്ക് ഡേ അതുപോലെ നാഷണൽ മിൽക്ക് ഡേ, ഇത് രണ്ടും ഓർത്തിരിക്കുക. ജൂൺ 1 വേൾഡ് മിൽക്ക് ഡേ, എന്നാൽ നാഷണൽ മിൽക്ക് ഡേ എന്ന് പറയുന്നത് November 26 ആണ്. അത് എന്തിനെ ബേസ് ചെയ്തിട്ടാന്ന് വെച്ചാൽ ഡോക്ടർ വർഗീസ് കുര്യൻ അദ്ദേഹത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ടാണ്. അദ്ദേഹത്തിന്റെ ഒരു റിമംബറൻസ് എന്നുള്ള രീതിയിലാണ് എന്താണ് November 26 ഈസ് കൺസിഡേർഡ് ആസ് നാഷണൽ മിൽക്ക് ഡേ. ക്ലിയർ? മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതും ഡോക്ടർ വർഗീസ് കുര്യൻ തന്നെയാണ്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇയർ ഒക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ കോമ്പൗണ്ട് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ബോത്ത് ഡിറ്റർജന്റ് ആൻഡ് സാനിറ്റൈസർ ഇൻ എ ഡയറി പ്ലാന്റ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്.
നമുക്ക് നോക്കാം. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ക്ലോറിൻ, സെക്കൻഡ് സോഡിയം ക്ലോറൈഡ്, തേർഡ് കാർബണേറ്റ് ആൻഡ് ഫോർത്ത് ഓപ്ഷൻ അയഡോഫോർ. അപ്പൊ ഇത് നമുക്ക് ഒന്ന് അനലൈസ് ചെയ്യാം. അതായത് ബോത്ത് ഡിറ്റർജന്റ് ആൻഡ് സാനിറ്റൈസർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഓർക്കുക, ഇതിന്റെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ 4 ആണ്, അയഡോഫോർ. അയഡോഫോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് a combination of iodine and a surfactant or a non-ionizing detergent. ഒരു നോൺ അയണൈസിങ് ഡിറ്റർജന്റും അയഡിനും കൂടെ ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് അയഡോഫോർ എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് യൂസ്ഡ് as both detergent and sanitizer in dairy plant. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. So next question, 7th question, the cationic detergent used as an effective dairy sanitizer. ഓക്കെ, ഒരു എഫക്റ്റീവ് ഡയറി സാനിറ്റൈസർ ആയിട്ട് യൂസ് ചെയ്യുന്ന കാറ്റിയോണിക് ഡിറ്റർജന്റ് ഇതിലേതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു സർഫസ് ആക്ടിങ് ആയിട്ടുള്ള ഒരു ഡിറ്റർജന്റ്. അപ്പം ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനകത്ത് കോമൺ നമ്മുടെ ആൻസർ വന്നിട്ട് സെക്കൻഡ് ഓപ്ഷൻ ആണ്, ക്വാട്ടേണറി അമോണിയം കോമ്പൗണ്ട്സ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് എന്താ ഒരു ആന്റി ബാക്ടീരിയൽ, ആന്റി ഫംഗൽ ഒക്കെ പ്രോപ്പർട്ടീസ് ഉണ്ട്, മനസ്സിലായി. അപ്പൊ അത് എന്താണ്, ആ ഒരു രീതിയിൽ സർഫസിലുള്ള ഇതുപോലത്തെ ബാക്ടീരിയ, ഫംഗസ്, വൈറസിനെയൊക്കെ എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. അപ്പൊ സർഫസ് ആക്ടിങ് ആണ്. അതുപോലെ തന്നെ ക്വാട്ടേണറി അമോണിയം കോമ്പൗണ്ട് അല്ലെ, ദാറ്റ്സ് എന്താണ് ഒരു ആൽക്കൈൽ ഗ്രൂപ്പ്, 4 ആൽക്കൈൽ ഗ്രൂപ്പും അതുപോലെ തന്നെ സെന്ററിൽ ഒരു അമോണിയം അല്ലെ, ക്വാട്ടേണറി അമോണിയം സോൾട്ട് അല്ലെങ്കിൽ കോമ്പൗണ്ട് എന്നാണ് വിളിക്കുന്നത്. അതായത് സെന്ററിൽ ഒരു നൈട്രജനും അതിനോട് ചേർന്ന് 4 ക്വാട്ടേണറി ആയിട്ട് ആൽക്കൈൽ ഗ്രൂപ്പും പ്രസന്റ് ആയിട്ടുള്ള ഒരു സർഫസ് ആക്ടിങ് ആയിട്ടുള്ള ഒരു ഡിറ്റർജന്റ് ആണ് എന്തെന്ന് പറയുന്നത് ക്വാട്ടേണറി അമോണിയം കോമ്പൗണ്ട്. ഇത് കോമൺ ആയിട്ടും ഡിറ്റർജന്റ് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഡയറിയിൽ സാനിറ്റൈസർ ആയിട്ട്, അതുപോലെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലും എന്താണ് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. നോർമലി എന്താണ് ഒരു സർഫസ് ആക്ടിങ് ആയിട്ടുള്ള ഒരു ഡിറ്റർജന്റ് ആണ് ഈ ക്വാട്ടേണറി അമോണിയം കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് എ കാറ്റിയോണിക് ഡിറ്റർജന്റ്. ഓക്കെ, അതുപോലെ തന്നെ ഇത് വാട്ടറിൽ പെട്ടെന്ന് തന്നെ സോല്യൂബിൾ ആവുന്നു. ആ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് ഇത് പെട്ടെന്ന് തന്നെ വാട്ടറിൽ സോല്യൂബിൾ ആവുന്നു. അപ്പം പെട്ടെന്ന് തന്നെ എന്താണ് ഇതിനൊരു ആന്റി ബാക്ടീരിയൽ, ആന്റി ഫംഗൽ ആൻഡ് ആന്റി വൈറൽ പ്രോപ്പർട്ടീസ് ഇതിനുണ്ട് എന്ന് അത് കൂടി ആലോചിക്കുക. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞതാണ് അല്ലെ, സെക്കൻഡ് ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസിങ് കൺട്രി ഇൻ ദ വേൾഡ്. സെക്കൻഡ് ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസിങ് കൺട്രി എന്ന് ചോദിച്ചാൽ എന്താണ് ഇവിടെ മിൽക്ക് എന്നേ ചോദിച്ചിട്ടുള്ളൂ, കൗ മിൽക്ക് എന്നല്ല ചോദിച്ചത്. മിൽക്ക് പ്രൊഡ്യൂസിങ് ആണെങ്കിൽ ടോപ്പിൽ വരുന്നത് ഇന്ത്യയാണ്, സെക്കൻഡ് വരുന്നത് USA ആണ്, അത് കഴിഞ്ഞിട്ടാണ് ചൈന ഒക്കെ വരുന്നത്. സോ എന്താണ് നമ്മുടെ ആൻസർ വന്നിട്ട് സെക്കൻഡ് ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസിങ് കൺട്രി ഇൻ ദ വേൾഡ് ഈസ് USA. ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസിങ് കൺട്രി ഇൻ ദ വേൾഡ് ഈസ് ഇന്ത്യ. ഇനി ലാർജസ്റ്റ് കൗ മിൽക്ക് പ്രൊഡ്യൂസിങ് കൺട്രി ഇൻ ദ വേൾഡ്, കൗ മിൽക്ക് എന്ന് ചോദിക്കുവാണെങ്കിൽ അതേതാണ്, അതിൽ ടോപ്പ് വരിക USA ആണ്. മനസ്സിലായി കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൗ മിൽക്ക് മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ USA ആണ് ടോപ്പ്. കൗ മിൽക്കും ബഫലോ മിൽക്കും കൂടി ചേർത്തിട്ടാണ് നോക്കുന്നതെങ്കിൽ എന്താണ് മിൽക്ക് പ്രൊഡ്യൂസിങ് അല്ലെ, ടോപ്പിൽ വരിക ഇന്ത്യ ആണ്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഔട്ട്ലൈൻസ് ഓഫ് ഡയറി ടെക്നോളജി. ആ ഒരു ബുക്ക് ദാറ്റ് ഈസ് റിട്ടൺ ബൈ ഔട്ട്ലൈൻസ് ഓഫ് ഡയറി ടെക്നോളജി ഒരു ഇമ്പോർട്ടന്റ് ബുക്കാണ് അല്ലെ, ഓക്സ്ഫോർഡിൽ പബ്ലിഷ് ചെയ്തതാണ്. അപ്പൊ എന്താണ് ഔട്ട്ലൈൻസ് ഓഫ് ഡയറി ടെക്നോളജി. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്, ജഗദീഷ് പ്രസാദ്. സെക്കൻഡ് ഓപ്ഷൻ NSR ശാസ്ത്രി. തേർഡ് ഓപ്ഷൻ സുകുമാർ ഡേ. ആൻഡ് ഫോർത്ത് ഓപ്ഷൻ തുഫൈൽ അഹമ്മദ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ 2015 ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിനകത്ത് ഡയറി സയൻസിന്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഒരു 10 മാർക്കിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഔട്ട്ലൈൻസ് ഓഫ് ഡയറി ടെക്നോളജി. അപ്പൊ ഇതിന്റെ ആൻസർ വന്നിട്ട് എന്താണ്, തേർഡ് ഓപ്ഷൻ ദാറ്റ് ഈസ് സുകുമാർ ഡേ ആണ് ഇതിന്റെ ആൻസർ, സുകുമാർ ഡേ. അതുപോലെ ഓർത്തിരിക്കുക, നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബുക്കാണ്. അതായത് ഡയറി ഫാം ഇൻസ്ട്രക്ടർക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് കുറച്ച് നോക്കാവുന്ന ഒരു റെഫറൻസ് ബുക്കായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് മിൽക്ക് മാർക്കറ്റിംഗ്, അതുപോലെ സ്പെഷ്യൽ മിൽക്ക്,
അതിന്റെ പല പ്രോഡക്ട്സ്, ഇന്ത്യൻ മിൽക്ക് പ്രോഡക്ട്സ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അതിനകത്ത് അവൈലബിൾ ആണ്. മിൽക്ക് പ്രോഡക്ട്സ് എല്ലാം തന്നെ അതിനകത്ത് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ബുക്കാണ് ഔട്ട്ലൈൻസ് ഓഫ് ഡയറി ടെക്നോളജി, ദാറ്റ് ഈസ് റിട്ടൺ ബൈ സുകുമാർ ഡേ. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടെസ്റ്റ് ഫോർ എഫിഷ്യൻസി ഓഫ് പാസ്ചറൈസേഷൻ? പാസ്ചറൈസേഷന്റെ എഫിഷ്യൻസി, അതായത് എഫിഷ്യൻസി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് പ്രോപ്പർ ആയിട്ട് ടെമ്പറേച്ചറിൽ അത് പാസ്ചറൈസ്ഡ് ആയോ അല്ലെ? അതായത് പാസ്ചറൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, ഹ്യൂമൻ കൺസംഷന് പറ്റുന്ന രീതിയിലേക്ക് അതിനകത്ത് മൈക്രോബിയൽ പോപ്പുലേഷൻ അല്ലെങ്കിൽ മൈക്രോബ്സിനെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അല്ലെ ഹ്യൂമന് പ്രോബ്ലം ഇല്ലാത്ത രീതിയിൽ, അതായത് ഹ്യൂമൻസിന് കൺസ്യൂം ചെയ്യാവുന്ന ലെവലിലേക്ക് ആ മിൽക്കിനകത്ത് ആ ഒരു ഹീറ്റ് കൊടുത്തുകൊണ്ട് മൈക്രോബ്സിനെ കില്ല് ചെയ്യുന്ന പ്രോസസ്, ദാറ്റ് ഈസ് കോൾഡ് പാസ്ചറൈസേഷൻ. അത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനകത്തൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. പാസ്ചറൈസേഷൻ എന്താണെന്നും അതിന്റെ ഡിഫറെന്റ് പ്രോസസ് എന്തൊക്കെയാണ് അതിൽ വരുന്നതെന്നും മിൽക്ക് പ്രോസസ്സിങ്ങിനകത്ത് ഒരു പ്രൊസീജിയറിൽ വരുന്നതാണ് പാസ്ചറൈസേഷൻ. പാസ്ചറൈസേഷൻ തന്നെ പല രീതിയിൽ നടക്കും. പിന്നെ നമ്മൾ ഡയറി ഇൻഡസ്ട്രിയായിട്ട് ബേസ് ചെയ്തിട്ട് ലോ ടെമ്പറേച്ചർ ലോങ് ടൈമും ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈമും ആണ് നമ്മൾ സാധാരണ കൊണ്ടുപോകുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ എന്താണ്, ഏത് ടെസ്റ്റ് ആണ് പാസ്ചറൈസേഷൻ പ്രോപ്പർ ആയിട്ട് നടന്നു? അതായത് എന്തിനാണ് ഇത് ടെസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പാസ്ചറൈസ്ഡ് മിൽക്ക് എന്ന് പറഞ്ഞാൽ മൈക്രോബിയൽ ഫ്രീ ആണ് അല്ലെ? അതായത് പത്തോജനിക് ആയിട്ടുള്ള മൈക്രോബ്സിനൊക്കെ തന്നെ ഫ്രീ ആക്കിയിട്ടുള്ളതാണ്. അവിടെ ടെസ്റ്റ് ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ പാസ്ചറൈസ്ഡ് മിൽക്കിനകത്ത് ഇൻ കേസ് റോ മിൽക്ക് ആഡ് ചെയ്യാം. മനസ്സിലായി? അപ്പൊ എന്താ, മിക്സിംഗ് ഓഫ് മിൽക്ക് സംഭവിക്കാം. റോ മിൽക്ക്, അൺപാസ്ചറൈസ്ഡ് ആയിട്ടുള്ള മിൽക്കും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൺസ്യൂം ചെയ്യാൻ കൊള്ളില്ല അല്ലെ? അങ്ങനെ സംഭവിക്കാം. അല്ലെങ്കിൽ എന്താണ്, പ്രോപ്പർ ആയിട്ട് പാസ്ചറൈസേഷൻ നടക്കാതെയും വരാം. അതായത് അത്രയും ഒരു ടെമ്പറേച്ചറിലേക്ക് അത്രയും ടെമ്പറേച്ചർ ടൈം കോമ്പിനേഷൻ പ്രൊവൈഡ് ചെയ്തില്ലെങ്കിലും പാസ്ചറൈസേഷൻ പ്രോപ്പർ ആയിട്ട് നടക്കില്ല. ഇനി ഈ പാസ്ചറൈസേഷൻ പ്രോപ്പർ ആയിട്ട് നടന്നെങ്കിൽ ഇതിനകത്തുള്ള ഒരു എൻസൈമാണ് ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് എന്ന് പറയുന്ന എൻസൈം. ആ എൻസൈം ഈ പാസ്ചറൈസേഷന്റെ സമയത്ത് ആ ഒരു ടെമ്പറേച്ചറിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇനാക്റ്റീവ്, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു എൻസൈമാറ്റിക് പ്രോപ്പർട്ടി അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ എൻസൈം ആക്ട് ചെയ്തില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം? നമ്മൾ ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടെസ്റ്റ് ബേസ് ചെയ്ത് കോമ്പൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ ഒരു എന്താണ്, ഫിനോഫ്തലീൻ ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഫോം ചെയ്യുന്നില്ല, ഒരു പിങ്ക് കളറിലേക്ക് മാറുന്നില്ല എന്ന് വെച്ചാൽ എന്താണ്, അവിടെ ആ ഒരു ആക്ടിവിറ്റി നടന്നില്ല. ആൻഡ് ദാറ്റ് എൻസൈം ഈസ് ഇനാക്റ്റീവ്. പക്ഷെ ആ കളർ ചേഞ്ച് വന്നാൽ ദാറ്റ് മീൻസ് പാസ്ചറൈസേഷൻ പ്രോപ്പർ ആയിട്ട് നടന്നിട്ടില്ല എന്ന് പറയാം. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഫോർത്ത് ഓപ്ഷൻ ആണ് അല്ലെ? ഫോർത്ത് ഓപ്ഷൻ ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് ടെസ്റ്റ്. ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ അവിടെ ആ ഒരു കളർ ചേഞ്ച് വന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് എൻസൈം അവിടെ പ്രസന്റ് ആണ്. അപ്പൊ നമ്മുടെ കെമിക്കലിനെ എന്താണ്, അവിടെ റിയാക്ഷൻ നടന്നു അല്ലെ? റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ആ എൻസൈം അവിടെ പ്രസന്റ് ആയതുകൊണ്ടല്ലേ, ദാറ്റ് മീൻസ് പാസ്ചറൈസേഷൻ ഈസ് നോട്ട് പ്രോപ്പർലി ഡൺ. അപ്പൊ ഈ ടെസ്റ്റ് എന്താണ്? പോസിറ്റീവ് തരരുത്. പോസിറ്റീവ് ആണെങ്കിൽ എന്താണ്, ദാറ്റ് മീൻസ് പാസ്ചറൈസേഷൻ പ്രോപ്പർ ആയിട്ട് നടന്നിട്ടില്ല എന്ന് പറയാം. ഇനി ഈ ടെസ്റ്റ് നോർമലി നെഗറ്റീവ് ആണ് തരേണ്ടത്. ഈ ടെസ്റ്റ് നെഗറ്റീവ് എന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? പാസ്ചറൈസേഷൻ കറക്റ്റ് ആയിട്ട് നടന്നു, അതായത് ആ എൻസൈം അവിടെ ഇനാക്റ്റീവ് ആയി. അത്രമാത്രം ലെവലിൽ ആ ടെമ്പറേച്ചർ ടൈം കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട്. ആ എൻസൈം ഇനാക്റ്റീവ് ആയി എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? അത്യാവശ്യം പത്തോജനിക് ആയിട്ടുള്ള മൈക്രോബ്സ് എല്ലാം തന്നെ കിൽഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ഫോർത്ത് ഓപ്ഷൻ ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് ടെസ്റ്റ് ഈസ് ദ ടെസ്റ്റ് ദാറ്റ് യൂസ്ഡ് ഫോർ the efficiency, for testing the efficiency of pasteurization. സോ ഇനി അതിന്റെ ബാക്കി ഓപ്ഷൻസ് കൂടെ നോക്കാം. ജെർബർ ടെസ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ജെർബർ ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡിറ്റർമൈനിങ് ദ ഫാറ്റ് കണ്ടന്റ് അല്ലെ? ഫാറ്റ് കണ്ടന്റ്, മിൽക്കിലെ ഫാറ്റ് കണ്ടന്റ് നോക്കാൻ വേണ്ടിയാണ്. അയഡിൻ ടെസ്റ്റോ അത് അഡൾട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലെ? അഡൾട്രന്റ്, അതായത് അഡൾട്രന്റ് ആയിട്ട് സ്റ്റാർച്ച് അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടോ, മിൽക്കിലേക്ക് സ്റ്റാർച്ച് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയഡിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ്, ഒരു ബ്ലൂ കളർ ഫോം ചെയ്യും അല്ലെ? സോ അയഡിൻ ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡിറ്റക്ടിങ് ദ adulteration with starch. Next is ജഡാൽ മെത്തേഡ്. ജഡാൽ മെത്തേഡ് എന്താണ്? ജഡാൽ മെത്തേഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ദാറ്റ് ഈസ് എന്താ,
for testing the amount of protein present in percentage of protein present in milk പ്രോട്ടീനെ ഡിറ്റർമൈൻ ചെയ്യാനുള്ള ടെസ്റ്റ് ആണ് എന്താണ് ജെൽഡാൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പം ടെസ്റ്റ് എല്ലാം നിങ്ങൾക്ക് ഫെമിലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് ഈ ഒരു ഡയറി ഫാം ഇൻസ്ട്രക്ടർ ടെസ്റ്റിനകത്ത് ബേസിക് ആയിട്ട് ജനറൽ പ്രോപ്പർട്ടീസ്, മിൽക്കിന്റെ ജനറൽ പ്രോപ്പർട്ടീസ്, അതിന്റെ ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തിട്ട് എന്താണ് ടൈപ്സ് ഓഫ് മിൽക്ക്, പിന്നെ മിൽക്ക് പ്രോഡക്ട്സ്, പിന്നെ അതുപോലെ ഫെർമെന്റഡ് മിൽക്ക് പ്രോഡക്റ്റ്, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. പിന്നെ അഡൾട്രേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. അതുപോലെ ഈ അഡൾട്രേഷൻ കണ്ടുപിടിക്കുന്ന ടെസ്റ്റ് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ കുറച്ച് മിൽക്ക് മാർക്കറ്റിംഗ്, അങ്ങനെ ജനറൽ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പൊ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ ബാക്കിയുള്ള റിമൈനിങ് പാർട്ട് നമുക്കറിയാം, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാവുന്ന ഒരു എക്സാം ആണ് ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ഒക്കെ പഠിക്കാനുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അതുപോലെ നമ്മുടെ 3rd ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് പ്രൊവൈഡ് ആയിട്ടുണ്ട്. അപ്പം ഡീറ്റെയിൽസ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. താങ്ക്